പള്ളിക്കൊപ്പം പള്ളിക്കൂടമെന്ന വിശുദ്ധ ചാവറയച്ചന്റെ വിപ്ലവകരമായ ആഹ്വാനം കേരളത്തിന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ചു. അറിവില്ലാത്തവൻ അക്ഷരത്തിന്റെ വാതിൽ തുറന്നിട്ട നസ്രാണി പാരമ്പര്യം, ജാതി മതഭേദമന്യേ അക്ഷരങ്ങളെ ആയുധമാക്കി ഇരുട്ടിനെ തുരത്തി ലോകത്തിന് പ്രകാശം പകർന്ന സഭയുടെ ദർശനം. SB കോളേജും അസംഷൻ കോളേജും വിദ്യയുടെ വിശ്വഗോപുരങ്ങളായി മാറിയപ്പോൾ അത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അധ്യായമായി മാറി. ഭാഷയ്ക്ക് നിഘണ്ടുവും വ്യാകരണവും നൽകിയ മിഷണറിമാരും IC ചാക്കോയെ പോലുള്ള പണ്ഡിതന്മാരും നമ്മുടെ വൈജ്ഞാനിക ഔന്നത്യത്തിന്റെ പ്രതീകങ്ങളായി ഇന്നും പ്രശോഭിക്കുന്നു. രോഗിയിൽ ദൈവപ്രതിരൂപം കണ്ട പിതാക്കന്മാരുടെ പാത പിന്തുടർന്ന് നാം പടുത്തുയർത്തിയ മിഷൻ ആശുപത്രികൾ ഇന്നും അനേക ലക്ഷങ്ങൾ കത്താണിയാണ്. വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ സഭ പണിത കാരുണ്യത്തിന്റെ ഗോപുരങ്ങൾ ഈശോയുടെ സൗഖ്യത്തിന്റെ സുവിശേഷം എന്നും പകർന്നുകൊണ്ടേയിരിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദളിത് ക്രൈസ്തവ സഹോദരങ്ങളെയും മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിച്ച ചങ്ങനാശ്ശേരി അതിരൂപത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എപ്പോഴും ഇപ്പോഴും മുൻപന്തിയിലുണ്ട്. ഇത് സ്നേഹത്തിന്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് സമത്വത്തിന്റെ, സമഭാവനയുടെ വചനം പ്രാവർത്തികമാക്കിയ വിപ്ലവത്തിന്റെ കൂടി ചരിത്രമാണ്. മണ്ണിനോട് മല്ലിട്ട് മലനാടിനെ മലർവാടിയാക്കിയ കർഷകന്റെ വീര്യം നമ്മുടെ സിരകളിൽ ഓടുന്നുണ്ട്. വേമ്പനാട്ടുകായലിൽ നെല്ലിന്റെ വിപ്ലവം തീർത്ത ജോസഫ് മുരിക്കനെ പോലെ വിശ്വസ്തതയെ മൂലധനമാക്കി ബാങ്കിംഗ് വ്യാപാര മേഖലകൾ കെട്ടിപ്പടുത്ത നസ്രാണികൾ കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. രാഷ്ട്രീയ പടക്കളങ്ങളിൽ അക്കാമ ചെറിയാനെ പോലെ പീരങ്കി മുഖത്തേക്ക് മാറിടം വിരിച്ചവരും PT ചാക്കോയെയും KM മാണിയെയും പോലെ ഭരണസിരാകേന്ദ്രങ്ങളിൽ നട്ടെല്ലുള്ള നിലപാടുകൾ സ്വീകരിച്ചവരും എന്നും നമ്മുടെ അഭിമാനമാണ്. കായിക ലോകത്തെ ആവേശമായ ജിമ്മി ജോർജും സഭയുടെ സ്വത്വം കാത്ത നിധീരിക്കൽ മാണിക്കത്തനാനും ഇന്നും ഓരോ തലമുറയ്ക്കും ഊർജസ്രോതസ്സാണ്. വേരുകൾ മറക്കാത്തവർക്ക് ആകാശത്തോളം വളരാനാകും. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നും ആധുനികതയുടെ വൻകരകളിലേക്കുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ ജൈത്രയാത്ര ആത്മാഭിമാനത്തിന്റെ ഇതിഹാസമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വിയർപ്പും പ്രാർത്ഥനയും വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് സമുദായ ശക്തീകരണത്തിന്റെ പുതിയൊരു കുതിപ്പിന് ഇന്ന് നാം തുടക്കം കുറിക്കുകയാണ്. ആത്മാഭിമാനം ചോരാത്ത നമ്മുടെ ആതിഥ്യ മര്യാദ പോലെ ഹൃദ്യവും പള്ളിക്കൂടങ്ങളിലെ വിജ്ഞാനം പോലെ പ്രകാശപൂർണവുമായ നമ്മുടെ പൈതൃകം നമുക്ക് ഇന്നും എന്നും കാത്തുസൂക്ഷിക്കാം. നെഞ്ചിൽ കരങ്ങൾ ചേർത്ത് നമുക്കുറക്കെ പ്രഖ്യാപിക്കാം, നാം മാർത്തോമ നസ്രാണികളാണ്. നമ്മുടെ വേരുകൾ ആഴത്തിലുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങൾ അതേ ആകാശത്തോളമുള്ളതാണ്. അഭിമാനത്തോടെ സമുദായ ശാക്തീകരണത്തിൽ കരങ്ങൾ കോർക്കാം.